ടീച്ചർ, ഈ ഹരിവരാസനം രേഖപ്പെടുത്തിയ സ്വർണ്ണഫലകവും ചെമ്പായോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ആ സ്വർണ്ണഫലകം സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഹരിവരാസനം ട്രസ്റ്റ് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? കാരണം അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. അനുഭവത്തിൽ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മളെ മനുഷ്യരെ എന്ന് പറയാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് അവരുടെ സംശയം, അത് സമർപ്പിച്ചവരുടെ ആ സംശയം തികച്ചും ന്യായമാണ്. അത് ജസ്റ്റിസ് KT ശങ്കർ സാറിന്റെ അന്വേഷണത്തില് അത് പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതിപ്പോ കാരണം പലരും ഇപ്പൊ ഞങ്ങളെയൊക്കെ വിളിച്ച് പലരും പറയുന്നു 7.5 പൊന്നാനയുടെ മാറ്റി പരിശോധിക്കണം ഏറ്റുമാനൂര്. അത് തങ്കം തന്നെയാണോ അതോ അതേ രൂപത്തിലുള്ള മുക്ക് കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നറിയില്ല. തങ്കയങ്കി, ഭഗവാന് ചാർത്തുന്ന തങ്കയങ്കിയുടെ മാറ്റി നോക്കണം. കാരണം അത് സ്ട്രോങ് റൂമിലാണ് ഇരിക്കുന്നത്. അതെന്താ കാരണം ഭയന്നു പോയി എല്ലാവരും. ഒരിക്കലും നമ്മൾ ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത് ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു സംശയം കഴിക്കുന്ന വിധത്തിൽ വന്നു. അത് നാഴികക്കുടമാകട്ടെ, യോഗദണ്ഡാകട്ടെ, രുദ്രാക്ഷമാലയാകട്ടെ, കട്ടളപ്പാളിയാകട്ടെ, ശ്രീകോവിലിന്റെ ചുമരുകളാകട്ടെ തുടങ്ങി എല്ലാം ഭക്തർ അന്തം വിട്ടിരിക്കും. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ എങ്ങനെ നടന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ സംശയം അസ്ഥാനത്തല്ല. ജനങ്ങളുടെ സംശയം കടന്ന് അകത്തിരിക്കുന്ന ശ്രീകോവിലിന്റെ വിഗ്രഹത്തെ, തങ്കവിഗ്രഹത്തെ പറ്റിപ്പോലും ഉണ്ട്. കാരണം അവർ ചോദിക്കുമ്പോൾ ആ സംശയമൊക്കെ ശരിയാണെന്ന് നമുക്കും തോന്നിപ്പോകും. കാരണം നടയടച്ചു കഴിഞ്ഞാൽ 10-25 ദിവസം ഇവർക്കായിട്ട് കിട്ടുകയാണ്. എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാനോ മാറ്റി വെക്കാനോ അതേ മോൾഡിലോ ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് തന്നെ പ്രതിഷ്ഠിക്കാനോ ഒക്കെ കഴിയുന്ന വിധത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം താഴികക്കുടം കൊണ്ടുപോയി എന്നുള്ളത് നിസ്തർക്കമാണ്. 2017 താഴികക്കുടം കൊണ്ടുപോയി. പക്ഷെ തിരിച്ചു വെക്കുമ്പോൾ കുംഭാഭിഷേകം നടത്തിയിട്ടില്ല അവിടെ. അത്തരം ഒരു ചടങ്ങ് ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് വെറുതെ സാധനം കൊണ്ടുപോയി തിരിച്ചു വെക്കുക, ഒരു സ്ട്രോങ് റൂമിൽ നിന്ന് ഒരു സാധനം എടുത്ത് തിരിച്ചു വെക്കുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് ഇത് ക്ഷേത്രത്തിനകത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചിരിക്കാം, നഷ്ടപ്പെട്ടിരിക്കാം എന്നുള്ള ഭക്തന്റെ ആശങ്കകൾ അത് തീർത്തും ശരിയാണ്. അവരെ അത് സമാധാനിപ്പിക്കുകയും വേണം. ഈ തരുണത്തില് ശരിക്കും ഭക്തരിലും ചില മാറ്റങ്ങളൊക്കെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഈ ക്ഷേത്രത്തിന് പൊന്ന് എന്നുള്ള ചിന്ത അത് ഗൗരവമായി ചർച്ച ചെയ്യണം. നമുക്ക് മുഗളന്മാരുടെ കാലത്താണെങ്കിലും സുൽത്താന്മാരുടെ കാലത്താണെങ്കിലും നമ്മുടെ ക്ഷേത്രങ്ങളുടെ നാശത്തിന് അവരുടെ മതഭ്രാന്തിനോടൊപ്പം തന്നെ, ആ മതഭ്രാന്താണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാലും അതിനോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ സമാഹരിച്ചു വെച്ചിട്ടുള്ള ഈ ധനം ഒരു വലിയ കാര്യമായിട്ടുണ്ട്. ഈ സ്വർണവും വെള്ളിയും രത്നവും ഭഗവാനെ അത്തരത്തിൽ നമ്മൾ ചാർത്തി അതിന്റെ സന്തോഷം ആദരിക്കലുണ്ടോ? ആ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ഏതെങ്കിലും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവരുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ കൊടുക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഭക്തരെത്താൻ ഇതൊക്കെ നിമിത്തമായിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുന്നു. എന്തിനാണ് ഈ കാട്ടുകള്ളന്മാരുടെ കയ്യിലേക്ക് നമ്മളിത് കൊടുക്കുന്നത്? ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് ക്ഷേത്രം മോചിപ്പിക്കാത്തിടത്തോളം കാലം വിഗ്രഹങ്ങൾ പോലും സുരക്ഷിതമല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അത്തരം ഒരു പുനർവിചനത്തിലേക്കൊക്കെ ഭക്തര് കൂടി എത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ.